കൗതുകരമായ ഒരു കാര്യമാണ്. ഡ്രമ്മിനകത്ത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൾട്ടിവേറ്റ് ചെയ്യാം. അല്ലേ? അപ്പോ ഇതിന്റെ സംവിധാന പ്രത്യേകതയുണ്ട്. ഇത് എല്ലാവരും കോൺക്രീറ്റ് തൂണുകളിലൊക്കെ ആണെങ്കിൽ ഇത് പൈപ്പ് അല്ലേ? ഇരുമ്പ് പൈപ്പിൽ നമ്മളൊരു വ്യത്യസ്ത ഇനം ഡ്രാഗൺ ഫ്രൂട്ട് പരിപാലിക്കുന്ന ഒരാളാണ് ഷായി സാറ്. ഇത് ഏതിനാ സാറേ? ഇത് IIHR ബാംഗ്ലൂർ ഞാൻ എന്റെ തൈകൾ കൊണ്ടുവന്നാണ്. അതൊരു റെഡ് വെറൈറ്റി ആണ്. എത്ര നാളായി ഇപ്പൊ നട്ടിട്ട്? ഇതിപ്പോ നട്ടിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. എല്ലാം കായ്ച്ചതാണ്. ഇപ്പൊ കായ കഴിഞ്ഞതാണ്. കഴിഞ്ഞു. എത്ര നാൾ കഴിയുമ്പോൾ കായ്ക്കും? ഇത് ശരിക്കും ഇവിടുത്തെ കാലാവസ്ഥയിൽ 1.5 വർഷമായപ്പോഴേക്ക് ഇത് കായ്ച്ചു. 1.5 വർഷം കൊണ്ട് കായ്ച്ചു. ശരി. എത്രത്തോളം വലിപ്പമുണ്ട് ഇതിന്? ഒരു പഴം ഞാൻ തൂക്കി നോക്കിയപ്പോ 750 ഗ്രാമിന്റെ മുകളിലുണ്ടായിരുന്നു. എത്ര ഉണ്ട്? അപ്പൊ ഇപ്പൊ സീസൺ കഴിഞ്ഞ് വീണ്ടും കായ്ക്കാൻ തുടങ്ങാൻ പോകുന്നു അല്ലേ? ഇപ്പൊ എത്ര നാൾ കഴിയുമ്പോഴേക്കും? 3 മാസം തീർന്നു ഓൾമോസ്റ്റ്. അപ്പൊ അങ്ങനെ നട്ടത് എന്താണ്? നട്ടത് എത്ര നീളത്തിലുള്ള കട്ടിങ്സ്? ഒരു കട്ടിങ് നട്ടു അല്ലേ? 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും കായ്ച്ചു. എന്താ ഇതിന്റെ വളപ്രയോഗമൊക്കെ? ഇതിന് നമ്മൾ കുറച്ച് സ്ലറി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പൊതയിട്ട് കൊടുക്കുന്നുണ്ട്. പൊതയിട്ട് കൊടുക്കുന്നുണ്ട്. ശരി. നിങ്ങൾക്ക് എത്ര പ്ലാന്റ്സ് ഉണ്ട് ഇതുപോലെ? എനിക്കിത് റെഡ് വെറൈറ്റി ഈ ഒരു 3 എണ്ണവും, പിന്നെ അവിടെ ഡ്രമ്മിന്റെ അകത്തുണ്ട് 10-25 എണ്ണം ഉണ്ട്. നോക്കാം. അപ്പൊ ഇതും കൗതുകരമായ ഒരു കാര്യമാണ്. ഡ്രമ്മിനകത്ത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൾട്ടിവേറ്റ് ചെയ്യാം. അല്ലേ? അപ്പോ ഇതിന്റെ സംവിധാന പ്രത്യേകതയുണ്ട്. ഇത് എല്ലാവരും കോൺക്രീറ്റ് തൂണുകളിലൊക്കെ ആണെങ്കിൽ ഇത് പൈപ്പ് അല്ലേ? ഇരുമ്പ് പൈപ്പിൽ നമ്മളൊരു മുകളിൽ റൗണ്ട്. ബാക്കി സംവിധാനങ്ങളൊക്കെ മുകളിൽ കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ താഴെയാണ് പ്രത്യേകത. താഴെ ഈ ബാരലാണ്. ഇത് എത്ര ലിറ്റർ ബാരൽ? 50 ലിറ്ററിന്റെ ബാരൽ. 50 ലിറ്റർ ബാരൽ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പം ചെറിയ കുടുംബത്തിനൊക്കെ ആണെങ്കിൽ അധികം സ്ഥലമില്ലല്ലോ. അപ്പം നല്ല ടെറസിന്റെ മുകളിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്തൊക്കെ ഇത് 1-2 വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രഷ് ആയിട്ടുള്ള പഴം കിട്ടും. കായികമായിട്ടുള്ള മെയിൻ്റനൻസ് വേണ്ട. കാരണം ഇതിനകത്തേക്ക് ചട്ടി ഒരു പകുതി പോലും മണ്ണില്ല. അതിനകത്താണ് ഇതിന്റെ ഇത്ര വളർച്ച വന്നിരിക്കുന്നത്. നിറച്ച് മണ്ണ് വേണമെന്നില്ല. ഇതിന് നിറച്ച് മണ്ണ് വേണമെന്നില്ല. അപ്പൊ ഇത് എത്ര നാൾ കൊണ്ട് കായ്ച്ചു? ഇത് 1.5 വർഷമായപ്പോഴത്തേക്ക് ഇത് കായ്ച്ചു. 1.5 വർഷം കൊണ്ട് കായ്ച്ചു. ഇങ്ങനൊരു രീതി വിജയകരമാകുന്ന എങ്ങനെ മനസ്സിലാക്കിയത്? എനിക്ക് മുകളില് എന്റെ ടെറസിൽ ഇങ്ങനെ 2 ചട്ടിക്കകത്ത് ഞാൻ ഇങ്ങനെ നട്ടു. അത് 1.5 വർഷം കഴിഞ്ഞിട്ട് കായ്ച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഇത് സക്സസ് ആവുന്നത് എനിക്ക് മനസ്സിലായത്. ശരി. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് എങ്ങനെ ജാറിലും പരിപാലിക്കാം. അത് വളരെ വിജയകരമായിട്ട് ചെലവ് കുറവാണല്ലേ? അത് കോൺക്രീറ്റ് തൂണ് സംഘടിപ്പിക്കണം, സ്ഥലം കൂടുതൽ വേണം. നമുക്ക് ടെറസിന്റെ മുകളിലാണെങ്കിലും ഇത്തരത്തിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പരിപാലിച്ച് പഴമെടുക്കാൻ പറ്റും.